മലപ്പുറം തോൽപ്പാറയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കരടിയെ പിടികൂടി. വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കരടി പെട്ടത് ഇന്നലെ രാത്രിയാണ്. കവളമുകട്ട, ഒളർവട്ടം, കൊമ്പൻകല്ല്, ടി.കെ. കോളനി എന്നീ ഭാഗങ്ങളിൽ കഴിഞ്ഞ 1.5 വർഷമായി കരടി ശല്യം രൂക്ഷമായിരുന്നു. വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയ കരടിയെ ഉൾക്കാട്ടിൽ തുറന്നുവിട്ടു. കരടിയുടെ ആരോഗ്യസ്ഥിതി അടക്കം നിരീക്ഷിച്ച ശേഷമാണ് വനംവകുപ്പ് കരടിയെ ഉൾക്കാട്ടിലേക്ക് വിട്ടത്. കരടി ശല്യത്തിൽ പ്രദേശത്തെ കർഷകർ പൊറുതിമുട്ടിയിരിക്കെയാണ് വനംവകുപ്പിന്റെ കൂട്ടിൽ കരടി അകപ്പെട്ടത്. റബ്ബർ തോട്ടത്തിൽ സ്ഥാപിച്ച കർഷകരുടെ തേൻപെട്ടികൾ കരടി തകർക്കുന്നതും തേൻ കുടിക്കുകയും ചെയ്തതോടെയാണ് മേഖലയിൽ ഭീതി പരത്തുന്ന കരടിയെ കെണിവെച്ച് പിടികൂടണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. ഇതേ തുടർന്ന് നിലമ്പൂർ സൗത്ത് DFO നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് കരടിയെ കെണിവെച്ച് പിടികൂടാൻ അനുമതി നൽകുകയായിരുന്നു. എന്നാൽ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചെങ്കിലും പിന്നീട് കരടിയുടെ സാന്നിധ്യം മേഖലയിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ കരടി ആഴ്ചകൾക്ക് മുമ്പ് വീണ്ടും ഇവിടേക്ക് എത്തിത്തുടങ്ങുകയായിരുന്നു. പ്രദേശത്തെ ക്ഷേത്രങ്ങളിലെത്തി നെയ്യും എണ്ണയും ഭക്ഷിച്ച് മടങ്ങുകയായിരുന്നു പതിവ്. ഇതോടെ ജനങ്ങൾ വീണ്ടും ഭീതിയിലായി. തുടർന്ന് എണ്ണയും നെയ്യും തേടിയെത്തുന്ന കരടിക്കായി അമ്പലമുറ്റത്ത് തന്നെ കെണിയൊരുക്കുകയായിരുന്നു. ബുധനാഴ്ച പുലർച്ചെ 12:45 ശബ്ദം കേട്ട് അയൽവാസികൾ നോക്കിയപ്പോഴാണ് കരടി കൂട്ടിലകപ്പെട്ടത് കണ്ടത്. ഉടനെ വനപാലകരെ വിവരമറിയിക്കുകയായിരുന്നു. നിലമ്പൂർ സൗത്ത് DFO G. ദാനിക് ലാൽ, കാളികാവ് റേഞ്ച് ഓഫീസർ P. രാജീവ്, വനം വെറ്റിനറി സർജൻ ഡോക്ടർ S. ശ്യാം എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം സ്ഥലത്തെത്തി കരടിയെ പരിശോധിച്ചു. പൂർണ്ണ ആരോഗ്യവാനായ കരടിയെ പുലർച്ചെ 4 മണിയോടെ കൊമ്പൻകല്ലിൽ നിന്നും നെടുങ്കയം വനം സ്റ്റേഷൻ പരിസരത്തേക്ക് മാറ്റുകയായിരുന്നു. ജീവന് ഭീഷണിയായി മാറിയ കരടി കെണിയിലായതോടെ ജനങ്ങളുടെ ഭീതി അകറ്റാൻ ഒരു പരിധിവരെ കഴിഞ്ഞെന്നും ഇതിനായി മാസങ്ങളോളം പരിശ്രമിച്ച വനംവകുപ്പ് ജീവനക്കാരോട് നന്ദി പറയുന്നതായി വാർഡ് മെമ്പർ VK. ബാലസുബ്രഹ്മണ്യം പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.